ഹായ് ഓൾ, നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇൻറ്റീരിയർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻറ്റീരിയർ ഡ്രോയിങ്സ് ആയിട്ടുള്ള ഇതെങ്ങനെ നോക്കാം. അതായത് ഫസ്റ്റ് നമ്മളിപ്പോൾ ന്യൂ, അതുപോലെ തന്നെ ഒന്ന് രണ്ട് AI ഓപ്ഷൻസ് അതെങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. AI എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ ഇപ്പം നമ്മൾ മുമ്പ് നോക്കിയത് ഈ ഹൗസ് ഡിസൈൻ പ്രോജക്റ്റിൻ്റെ എക്സ്റ്റീരിയർ ചെയ്യുന്നതായിരുന്നു. ഇനിയിപ്പോൾ ന്യൂ 3D ഇതിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതിലും ഓപ്ഷൻസ് ഉണ്ട്. ഡ്രോ ഫ്രം സ്ക്രാച്ച്, അതുപോലെ തന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിനെ എടുത്തിട്ടും ചെയ്യാം. അങ്ങനെ ഓരോരോ ഡീറ്റെയിൽസ്, വില്ലാസ് അല്ലെങ്കിൽ ഇതൊക്കെ ഇതിലുണ്ട് ഉണ്ടല്ലേ. അപ്പം ഡ്രോ ഫ്രം സ്ക്രാച്ച് ഉണ്ട്, അപ്ലോഡ് ഫ്രം ഫ്ലോർ പ്ലാൻ ഉണ്ട്. ഞാൻ അപ്ലോഡ് ഫ്ലോർ പ്ലാനാണ് നോക്കുന്നത് കേട്ടോ. ഒരു CAD-ഓ PDF-ഓ PNG-ഓ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്തൊരു എക്സിസ്റ്റിംഗ് CAD ഉണ്ടെങ്കിൽ അതിൽ നിർത്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു CAD ഫയൽ നമ്മൾ കൊടുത്ത ഇതാണ്. ഒന്നുകിൽ മാനുവൽ ട്രേസ് ചെയ്യുക അല്ലെങ്കിൽ ഓട്ടോ ജനറേറ്റ്. ഇത് ഈ ഓട്ടോ ജനറേറ്റ് ആണ് AI ഓപ്ഷൻ. അപ്പോൾ ഈ ഓട്ടോ ജനറേറ്റ് നമ്മൾ നേരത്തെ നോക്കിയിരുന്ന് ഒന്നും കൂടി ഇതിലും ആ ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെ ഏത് ഫ്ലോർക്കാണ് വേണ്ടത് കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ആ പ്ലാൻ ഇവിടെ വന്നു കേട്ടോ. ആ CAD ഫയൽ ഇവിടെ എക്സാക്ട്ലി ആ CAD ഫയൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഇപ്പോൾ 3D ആണ്, ഇതിൻ്റെ 2D. ഇതിൻ്റെ ഓപ്ഷൻസും വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ 2D 3D വേറെ, എക്സ്റ്റീരിയറിൻ്റെ വേറെ ടൈം തന്നെയാണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. ഇപ്പോൾ ഫ്ലോർ പ്ലാൻ നോക്കിയാൽ ഇതിൻ്റെ ഫ്ലോർ പ്ലാനിലൂടെ വന്നു. ആ ഡിസ്റ്റൻസ് പോലും ഇൻറ്റീരിയർ നമ്മൾ 4.5 ആ കൊടുത്തത്, അത് എക്സാക്ട്ലി അതങ്ങനെ വന്നു. ഇതിലും ആ സെയിം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ഓഫ് ഡോർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട്. ഞാനിതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഡോർ വേറെ ആക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അതിൻ്റെ 3D നോക്കിയാൽ ഈ ഡോറാണ് ഇപ്പോൾ വന്നത്. ഇതിനെ മാറ്റണമെങ്കിൽ ഈ വിൻഡോ മാറ്റണം എന്ന് വിചാരിക്കാം. അപ്പം സെയിം തന്നെ ഇവിടെ ഓപ്ഷൻസ് വരും. ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ നമുക്കിപ്പം 2D പോയാൽ സീലിംഗ്, ഇതിലിപ്പോൾ ഫ്ലോർ സീലിംഗ് വരക്കുന്നുണ്ട്. ഇതിൽ തന്നെ സീലിംഗും നമുക്കിവിടെ സീലിംഗ് പ്ലാനിൽ തന്നെ ഇതൊക്കെ ഇത് സീലിംഗ് ആണ്. ഇതിനെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രൂപത്തിൽ ഇവിടെ വരച്ചു കൊടുക്കാം, മെറ്റീരിയൽ കൊടുക്കുക, കോവ് കൊടുക്കുക. അതൊക്കെ നമുക്കിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒരു 250 കൊത്തുന്നിരിക്കാം. ഇതിന് എനിക്ക് ഒരു കുറച്ച് മുകളിലോട്ട് വേണം, ഒരു 50 താഴേക്കാണ് ഈ ഒരു ഭാഗം മാത്രം. അപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് കൊടുത്ത ആ ഭാഗത്ത് ഇതാ, ഇത് രണ്ട് ടൈപ്പ് സീലിംഗ് ആയിട്ട് തന്നെ വന്നു ഇവിടെ. ഈ ഒരു ഭാഗം 50 mm ഒരു എക്സ്ട്രൂഷൻ പോലെ വന്നു കണ്ടല്ലോ, പ്രൊട്രൂഡിങ് 50, ഇവിടെ 0 ആയിട്ട്. അതിൻ്റെ 3Dയിലും നമുക്ക് കാണാം.
ചെറിയൊരു പ്രൊജക്ഷൻ കണ്ടില്ല അവിടെ. സീലിംഗ് എഡിറ്ററിൽ കുറച്ചുകൂടി ഞാൻ ആ ലെവലൊന്ന് കൂട്ടി കൊടുത്ത് നോക്കാം. ഇവിടെ ഒരു 150 ആക്കി കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു ഭാഗം താഴ്ന്നു വന്നു. അത് ഏത് ഡിസൈനും നമുക്ക് അതിൽ വരച്ചിട്ട് ചെയ്യാം. ലൈറ്റ് കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം, അതൊക്കെ അതിൽ ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലോറും, ഈ ഫ്ലോർ നമുക്ക് ഇതിൽ ഫ്ലോർ എഡിറ്ററിൽ പോയാൽ ഇതിൻ്റെ ഈ പാറ്റേൺ മാറ്റിയിട്ട് നമുക്ക് വേറെ കൊടുക്കാൻ തീർക്കാം. ആ പാറ്റേൺ ആയി. ഇനി ഈ പാറ്റേണിന് നമുക്ക് ഒരു ബോർഡർ ഇട്ട് കൊടുക്കണം. ഇവിടെ മാത്രം വേറെ ടൈൽ വേണം. എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങളെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അതും ഇതിപ്പോൾ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടും കൂടി ആവശ്യമില്ലാത്ത ഒരു ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ് തോന്നുന്നത്. നമ്മളൊരു വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കാം. അത് എളുപ്പമാണ്. ആണോ, അപ്പം ആ ഫ്ലോറ് അങ്ങനെ ആയി. 3Dയിൽ നോക്കിയാലും റെൻഡർ ചെയ്താലും ഒക്കെ ആ ഫ്ലോർ നമുക്ക് കിട്ടും അതേപോലെ തന്നെ. ഇനി ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂമാണെന്ന് വിചാരിക്കാം. ഈ ബെഡ്റൂമിൽ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ബെഡ്റൂം ഉണ്ടല്ലോ, അവിടെ എനിക്കൊരു ഇതിൽ ഫർണിച്ചർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഫർണിച്ചറിൽ പോയാൽ നമുക്കിവിടെ ഓരോ ഓപ്ഷൻസ് കൊടുക്കാം. സോഫ അല്ലെങ്കിൽ ബെഡ്, അതിൽ നിന്നൊക്കെ ഓരോന്ന് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവെക്കാം, ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇതിൽ AI ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ AI എടുക്കുന്നതായിരിക്കും. അപ്പം ഇതിൽ തന്നെ സീലിങ്ങും AI ചെയ്യും. പിന്നെ AIൻ്റെ ഇപ്പോൾ ഞാൻ ഇതെടുത്ത് ഓക്കെ, ഇവിടെ നമുക്ക് ഈ സിംഗിൾ ബെഡ്റൂമിൻ്റെ അല്ലെങ്കിൽ ഹോൾ ഹൗസ് സിംഗിൾ ബെഡ്റൂം, ഇപ്പോൾ ഞാൻ ഈ സിംഗിൾ ബെഡ്റൂം ഇതിനെ ഒന്ന് ഫർണിഷ് ചെയ്യണം. AI കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ചോദിക്കും ഏത് ടൈപ്പാണ് ഫർണിച്ചർ ഓപ്ഷൻസ് വേണ്ടത് നിങ്ങൾക്ക്. ഇതിൽ തന്നെ സോഫ്റ്റ് ഫർണിഷിംഗ് ഉണ്ടാവും, ഹാർഡ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ കേട്ടോ. സ്റ്റൈല്, മോഡേൺ, അൺലിമിറ്റഡ്, ചൈനീസ്, ലൈറ്റ്, അങ്ങനെ. അപ്പോൾ ഞാൻ ലൈറ്റ് ലക്ഷറി എന്നുള്ളൊരു ഓപ്ഷൻസ് എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ടൈപ്പാന്ന് വിചാരിക്കാം. ഈ സൈസ് കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും, കാരണം നമ്മൾ എക്സാക്റ്റ് സൈസ് ഇതായിരിക്കില്ല. അപ്പോൾ ഞാൻ എന്നാലും അതുപോലെ നമ്മൾ സ്ക്വയർ മീറ്റർ ഒക്കെ കറക്റ്റ് കൊടുക്കാം. ആ ഒരു ബെഡ്റൂമിൻ്റെ എത്രയാണ് സ്ക്വയർ മീറ്റർ എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 10 സ്ക്വയർ മീറ്റർ ആൻഡ് ബിലോ, 10 to 15 സ്ക്വയർ മീറ്ററാണ്. അങ്ങനെയൊക്കെ നമുക്കിതിനെ കൊണ്ടുവരാം. അപ്പോൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റ് കൊടുത്ത് അപ്ലൈ. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഫർണിച്ചർ എക്സാക്ട്ലി ആ AI ടൂളിലുള്ള അവർ AI ഈ റൂമിനനുസരിച്ചിട്ടുള്ള ഫർണിച്ചർ അവർ സെറ്റ് ചെയ്തു AI ഓട്ടോമാറ്റിക്കായിട്ട്. ഇതിൻ്റെ 3D എടുത്താൽ ഉണ്ടോ, അതിൻ്റെ ഫർണിച്ചറാണ് ഇത്. ഇവിടെ ഒരു വാർഡ്രോബ് വന്നു, TV ഒക്കെ എക്സാക്ട്ലി ഈവൻ ലൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിന് വരും, എക്സാക്റ്റ് ആയിട്ട് വരും. ഇനി ഇതേ ഓപ്ഷൻ തന്നെ നമുക്ക് ഇതിൽ സീലിങ്ങും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുണ്ട്, അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം സീലിംഗ് എങ്ങനെ AI ഉപയോഗിച്ച് ചെയ്യുന്നതെന്നുള്ളത്.
അതുപോലെ തന്നെ റെൻഡറിങ്ങും പല ഓപ്ഷൻസും ഉണ്ട് ഇതിൽ. റെൻഡറിങ് എ ചെയ്യും, സീലിംഗ് ചെയ്യും, ഫ്ലോറിങ് ചെയ്യും, അതുപോലെ ഫർണിച്ചർ, അതൊക്കെ എ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും.